അഹരോൻ എന്ത് ചെയ്തു? ഒരിക്കല് സീനായ് മലയിൽ മോശ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മോശയെ മാത്രമേ വിളിച്ചു, വേറെ ഒറ്റെണ്ണത്തിനെ വിളിച്ചില്ല. മോശയെ ആ ദൈവം തിരഞ്ഞെടുത്തത്. മുകളിലോട്ട് പോയി 10-40 ദിവസമായി കാണാനില്ല. ജനം എല്ലാം കൂടെ ആകപ്പാടെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരായി. അഹരോന് പറഞ്ഞു, ഞങ്ങളുടെ കാതിലും ഒക്കെ കയ്യിലും അത് ഇവിടുന്ന് കൊണ്ടുവന്നത്, മിസ്രൈമിൽ നിന്നും മോട്ടിച്ചുകൊണ്ട് വന്നത്, അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. എപ്പോ ഈ കുണുക്കും അതും ഇതൊക്കെ വാങ്ങിച്ചോ അന്ന് മുതൽ യവന്മാരെ കൂടെ ഈ പിശാച് കയറി. ഈ പിശാച് കയറിയിട്ട് ഈ മരുഭൂമിയിൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരു ദൈവം വേണം, ആരാധിക്കണം. അപ്പം യഹോവയിലുള്ള ആശ്രയം ഇവിടെ പോയി നഷ്ടപ്പെട്ടു. അതായത് ജയം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. പള്ളിയിലല്ല ആശ്രയിക്കേണ്ടത്. ലോകം മുഴുവനും ചർച്ചുകളും പള്ളികളും ക്ഷേത്രങ്ങളും ആൾക്കാർ റോഡിൻ്റെ നടുക്ക് വരെ ബസ് പോകാൻ പറ്റാത്ത രീതിയിൽ ആലയങ്ങളുണ്ട്. ആലയങ്ങളില്ലാത്തതിൻ്റെ കുറവല്ല ഈ ലോകത്തുള്ളത്. എന്നാൽ അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അവൻ അറിയുന്നില്ല. അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ അവൻ അറിയുന്നില്ല. അവൻ്റെ അകത്ത് ദൈവം വസിക്കുക, പക്ഷേ അവൻ തപ്പി നടക്കുക. ദൈവം ആരാണ്? ദൈവം എവിടെയുണ്ട്? എവിടെ വിടുതലുണ്ട്? എവിടെയുണ്ട്? ആരുണ്ട്? ആ പ്രവാചകനുണ്ടോ? ഈ പ്രവാചകനുണ്ടോ?